ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു ഡീപ്പ് ക്ലീനിങ് വീഡിയോ ആണ് കേട്ടോ. കിച്ചണാണ് മെയിനായിട്ട്. പിന്നെ ഇതിൽ നമ്മൾ വീട്ടിലത്തെ ചെറിയ ക്ലീനിങ് കൂടി ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അപ്പം എന്താണെന്ന് വെച്ചാൽ നമ്മൾ നാട്ടിൽ പോവുകയാണ്. അപ്പോൾ ഇതിന് മുന്നത്തെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ കാണാം. നാട്ടിൽ പോണതിൻ്റെ കുറച്ച് മുന്നൊരുക്കങ്ങളുടെ ഒരു വീഡിയോ ഇട്ടായിരുന്നു. അപ്പം അതിൽ ഡീപ്പ് ക്ലീനിങ്ങിൻ്റെ മൊത്തമായിട്ട് കാണിച്ചില്ല. അപ്പോൾ ഞാനതൊരു വേറെ വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ മെയിനായിട്ട് ഇന്ന് കിച്ചൺ ക്ലീനിങ്, അതുപോലെ തന്നെ ഓരോ റൂമും കാര്യമൊക്കെ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ നാട്ടിൽ പോവുകയാണ്. അപ്പോൾ ഈ നാട്ടിൽ പോകുന്നതിൻ്റെ തലേ ദിവസം എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഒരു ഹറി ബറി ദിവസമാണ്. സത്യം പറഞ്ഞാൽ എനിക്കിഷ്ടമല്ല കേട്ടോ ഇങ്ങനെ മൊത്തത്തിൽ ക്ലീൻ ചെയ്യണ്ടേ. പക്ഷേ ഇങ്ങനെയൊക്കെ ഒരു സമയം ഉണ്ടാകുമ്പോഴാണ് ഒന്ന് മൊത്തത്തിൽ ക്ലീൻ ചെയ്തെടുക്കുകയുള്ളൂ. പിന്നെ നമ്മൾ പോവുക ചിലപ്പോൾ 2 മാസമൊക്കെ കൂടുമ്പോഴല്ലേ. അപ്പോൾ പിന്നെ ആ ഒരു സമയത്ത് വീണ്ടും ഒന്ന് ക്ലീൻ ചെയ്തെടുക്കും. അപ്പോൾ ഇതാ നമ്മൾ ക്ലീൻ ചെയ്യാൻ തുടങ്ങി കേട്ടോ. അപ്പം ആദ്യം തന്നെ ഫ്രിഡ്ജിൽ നിന്നാണ് തുടങ്ങിയിട്ടുള്ളത്. ഫ്രിഡ്ജ് നല്ല ഐസായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനത് ഒന്ന് ആദ്യം ഐസ് പോകാനായിട്ട് അതിൻ്റെ ഐസ് ബട്ടൺ ഒരു കാലത്തൊക്കെ ഒന്ന് ഓൺ ചെയ്തിട്ടിരുന്നു. എന്നിട്ട് അതിന് ശേഷം കുറച്ച് ഐസൊക്കെ മൊത്തത്തിൽ ഉരുക്കി പോയില്ല, എന്നാലും പകുതിയൊക്കെ ഉരുക്കി പോയിന്. അപ്പോൾ അതിന് ശേഷമാണ് കേട്ടോ ഞാൻ ക്ലീൻ ചെയ്യാൻ തുടങ്ങുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഫ്രിഡ്ജിൻ്റെ മുകളിൽ നമ്മുടെ വിരിയില്ലേ, അതും അതിൻ്റെ സ്റ്റെബിലൈസറും കാര്യങ്ങളൊക്കെ എടുത്ത് മാറ്റി. ഇത് കുറേ പഴക്കം ചെന്ന ഫ്രിഡ്ജാട്ടോ. അപ്പോൾ ഇനി ഇതൊന്ന് കേട് വന്നിട്ട് മാറ്റാമെന്ന് കരുതിയിട്ടാണ് ഇതൊക്കെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നത് തന്നെയാണ്. അപ്പം വലിയ ഫ്രിഡ്ജല്ല, സാധാ ചെറിയ കുഞ്ഞ് ഫ്രിഡ്ജ്. അപ്പോൾ അതൊക്കെ സാധനങ്ങളെല്ലാം മൊത്തത്തിൽ പുറത്തെടുത്ത് വെച്ചു. പിന്നെ ഒരു ഗ്രീൻ പീസ് ഉണ്ടായിരുന്നു കേട്ടോ. 2 ദിവസം മുന്നേ ഞാൻ കടല വെച്ചതിൽ ബാക്കിയുള്ളത് ഞാനിങ്ങനെ ഫ്രിഡ്ജിലെടുത്ത് വെച്ചിരുന്നു. അപ്പോൾ അതിൽ മുളയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഫ്രിഡ്ജിൽ ഓൾമോസ്റ്റ് എല്ലാ സാധനങ്ങളും അങ്ങ് പുറത്തെടുത്തുകൊണ്ട് വെക്കുകയാണ്. പിന്നെ നമ്മൾ അടിയിലെ ട്രേ അല്ലേ, അതിലുള്ള സാധനങ്ങളാണ് കേട്ടോ. അപ്പോൾ പൊടികളൊക്കെ ഇങ്ങനെ നമ്മൾ ഏതൊരു പൊടിയായാലും നമ്മളിങ്ങനെ ഫ്രിഡ്ജിൽ വെച്ചാൽ കേട് കൂടാതെ കുറേ കാലം നിൽക്കും കേട്ടോ. ഇനി ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യാനായിട്ട് ഞാനിതാ ഒരു ലിക്വിഡ്, നമ്മളെ ഡിഷ് വാഷിങ് ലിക്വിഡും അതിലേക്ക് കുറച്ച് സോഡാക്കാരും പിന്നെ വിനാഗിരിയില്ലേ, ഇത് കൂടി ഇട്ടിട്ടാണ് മിക്സ് ചെയ്തിട്ട് എടുക്കുന്നത്. ഇനി നമ്മൾ ഇതിലൊന്ന് മുക്കിയിട്ടാണ് മൊത്തം ക്ലീൻ ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ക്ലീൻ ചെയ്ത് പോയില്ലെങ്കിൽ പിന്നെ നമ്മൾ വരുമ്പോൾ ചിലപ്പോൾ പൂത്ത് പോകുന്നാൽ പോലും ചെറിയൊരു വെള്ളവും കാര്യമൊക്കെ അവിടെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഒരു കറുത്ത പാടൊക്കെ വരും കേട്ടോ. അപ്പോൾ എന്ന് ഞങ്ങൾ നാട്ടിൽ പോവുകയാണെങ്കിലും തലേ ദിവസം ഫ്രിഡ്ജ് മൊത്തത്തിൽ ക്ലീൻ ചെയ്ത് ഒന്ന് ഉണങ്ങാൻ വെക്കും. അതിന് ശേഷം പിന്നെ വരുന്ന സമയത്ത് ജസ്റ്റ് അങ്ങനെ ഓണാക്കി ഇട്ടാൽ മതിയല്ലോ. അപ്പോൾ വെള്ളം മൊത്തത്തിലൊന്നും പോയിട്ടില്ല, ഐസ് ഇങ്ങനെ ഉരുകിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പം ബാക്കിയുള്ള ഭാഗമൊക്കെ ഒന്ന് ജസ്റ്റ് തോത്തിയെടുത്തു. അപ്പോൾ ഇതാണ് ഇപ്പോൾ അടുക്കളേൻ്റെ ഒരു കോലം. മൊത്തത്തിൽ സാധനങ്ങളാട്ടോ. ഇനി ഇത് മൊത്തം ക്ലീൻ ചെയ്ത് വീടും ക്ലീൻ ചെയ്തതിന് ശേഷം വേണം നമുക്ക് ഡ്രസ്സും കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്യാൻ. അപ്പോൾ ഇനി ഇത് മുകളിൽ 4 കബോർഡില്ലേ, ആ കബോർഡത്തെ സാധനങ്ങളും ഇങ്ങനെ കുറേ ആവശ്യമില്ലാത്ത കുറേ സാധനങ്ങൾ അവിടെയും ഇവിടെ ഉണ്ടാവും കേട്ടോ. അതൊക്കെ ഇങ്ങനെ ഒന്ന് മാറ്റി വെക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ നമ്മളെ ഡിഷ് വാഷിങ് ലിക്വിഡില്ലേ, അത് കുറേയൊന്നും വാങ്ങിയതല്ല കേട്ടോ. അത് പിന്നെ വീട്ടിൽ പോയപ്പോൾ ഇങ്ങനെ ഗൾഫിൽ നിന്ന് കൊണ്ടുവന്ന കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ലിക്വിഡ് കേട്ടോ. അത് ഞാനൊരു കുപ്പിയിലാക്കി കൊണ്ടുവന്നായിരുന്നു. പിന്നെ ആൽമണ്ട് ഓയിൽ, ഒലീവ് ഓയിൽ അത് ഒന്ന് കെട്ടി വെച്ചിരുന്നു. അത് എപ്പോഴെങ്കിലുമൊക്കെ എടുക്കാറുള്ളൂ കേട്ടോ, അതുണ്ട്. പിന്നെ കണ്ട ആവശ്യമില്ലാത്ത കുറേ അരിപ്പ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചിലപ്പോൾ കാണുമ്പോൾ അതിലാണ്ട് ഇടും. അപ്പോൾ അതൊക്കെ ആ ഒരു ഭാഗം, ഇതൊക്കെ പഴയ കട്ടിംഗ് ബോർഡ്, ഇതൊക്കെ ഒന്ന് ഒഴിവാക്കണം. അപ്പോൾ ആ ഫസ്റ്റത്തെ കബോർഡിൽ ഇങ്ങനെ നമ്മൾ പൊതുവേ ഞാൻ ഈ ഡിഷ് വാഷിങ് ലിക്വിഡ്, സോപ്പ്, പേസ്റ്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് വെക്കൽ. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ്. നിറച്ച് പൊടികളും അങ്ങനത്തെ ഒക്കെ നിറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനൊരു തുണി വെച്ച് മൊത്തത്തിലൊന്ന് തോത്തിയെടുത്തിട്ട് ആ സെയിം പേപ്പർ തന്നെ അവിടെ വിരിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് ആവശ്യമുള്ള സാധനങ്ങൾ മാത്രമേ വെക്കുന്നുള്ളൂ. അല്ലാത്തൊക്കെ ഇനി പഴയ സാധനങ്ങൾ എടുക്കുന്നവരില്ലേ, അവർ വരുമ്പോൾ കൊടുക്കാമെന്ന് കരുതി മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. നമ്മളെ ഈ കയ്യിൽ വിമും കാര്യം ഉണ്ടെങ്കിൽ പോലും എനിക്ക് ഈ ഒരു ലിക്വിഡ് എപ്പോഴും ആവശ്യം കേട്ടോ. കാരണം ജസ്റ്റ് നമ്മൾ ഈ കൗണ്ടർ ടോപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് തുടച്ചിട്ടുണ്ടെങ്കിലും ഈ ലിക്വിഡ് ഒന്ന് അത്യാവശ്യമാണ്. പിന്നെ രണ്ടാമത്തെ കബോർഡിൽ ഇങ്ങനെ വെച്ചിട്ടുള്ള നമ്മൾ എടുക്കാത്ത പാത്രങ്ങളും, പിന്നെ അങ്ങനെ പയറുവർഗ്ഗമല്ലേ, ചെറുപയർ, കടല, വമ്പയറൊക്കെ ഇതിലാണ് വെക്കാറുള്ളത്. അപ്പോൾ ചിലതൊക്കെ കുപ്പി തീർന്നിട്ട് കേട്ടോ. അപ്പോൾ ഇനി വന്നിട്ട് ഫില്ല് ചെയ്യാമെന്ന് കരുതി. അപ്പോൾ അതൊക്കെ ആ ഒരു കബോർഡിൽ അവിടെ പിന്നെ വലിയ ക്ലീനിങ് ഒന്നും ഇല്ലായിരുന്നു. അപ്പം അത് സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ ഇവിടെ നമ്മൾ സ്ഥിരം യൂസ് ചെയ്യുന്ന പൊടികളുണ്ട് കേട്ടോ. അതാകെ ഇങ്ങനെ മെസ്സായി കിടക്കുന്നുണ്ട് സ്ഥിരം ഉപയോഗിക്കുന്നതുകൊണ്ട്. അപ്പം അതിൻ്റെ ആ ഒരു ഏരിയയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുക, ഒക്കെ ഒന്ന് ഒതുക്കി വെക്കുക കേട്ടോ. ഇനി വരുമ്പം ഈ പൊടികളൊക്കെ ഇങ്ങനെ ഉണ്ടോയെന്നറിയില്ല, ചിലപ്പോൾ ഇങ്ങനെ പൂത്ത് പോകും ചില സമയത്ത്. പിന്നെ ഇത് ഉമ്മ സംസം വെള്ളം കൊണ്ടുവന്നായിരുന്നു കേട്ടോ. പിന്നെ ഹജ്ജിന് പോയപ്പോൾ അത് ആ ഒരു അരുവിൽ വെക്കുന്നുണ്ട്.
അങ്ങനെ ആ ഷെൽഫ് കഴിഞ്ഞു. പിന്നെ ഈ ഷെൽഫിൽ നമ്മൾ പട്ട, പൂവ്, ഏലക്ക, ഓയിൽ, പിന്നെ അധികമുള്ള പൊടികളൊക്കെ ഉണ്ടാവില്ല, മഞ്ഞപ്പൊടി അതൊക്കെ. പിന്നെ ഈ ഫ്ലാസ്ക് ഇതാ ഉമ്മ കൊണ്ടുവരാൻ പറഞ്ഞിരുന്നു കേട്ടോ, വീട്ടിലത്താണ്. അപ്പോൾ അത് ഞാൻ എടുക്കാറില്ലായിരുന്നു. അപ്പോൾ അതൊന്ന് പുറത്തെടുത്ത് വെച്ച് ഇനി മറന്നു പോകുമെന്ന് കരുതിയിട്ട്. അപ്പോൾ ഈ ഒരു മുകൾ ഭാഗം വലിയ കേടായിട്ടില്ല. ഇതിൻ്റെ താഴെ ഭാഗം എപ്പോഴും യൂസ് ചെയ്യുന്നതുകൊണ്ട് അത് ഒന്ന് ക്ലീൻ ആക്കുന്നുണ്ട്. പിന്നെ ഇവിടെ കുറേ ഉപയോഗിക്കാത്ത കുറേ സാധനങ്ങളുണ്ട് കേട്ടോ. അതുപോലെ ഡേറ്റ് കഴിഞ്ഞ് എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് നോക്കുകയാണ്. കായപ്പൊടി അങ്ങനത്തെ ഒക്കെ ഉണ്ട്. അപ്പോൾ ആവശ്യമില്ലാത്ത കുപ്പികളും കാര്യങ്ങളൊക്കെ ഈ ഒരു ഷെൽഫൊന്നും ക്ലീൻ ചെയ്തിട്ട് ഇവിടെയും ഒന്ന് വേറെ പേപ്പറൊക്കെ വിരിച്ചിട്ട് സെറ്റാക്കി എടുക്കണം. നല്ല പണിയാണ് ഇങ്ങനെ നാട്ടിൽ പോണതിൻ്റെ തലേ ദിവസം. എത്ര സമയം കിട്ടിയാലും തികയൂല കേട്ടോ. പിന്നെ സത്യം പറഞ്ഞാൽ രാത്രിയാകുമ്പോൾ എല്ലാ പണിയും കഴിഞ്ഞ് നമ്മളങ്ങ് ക്ഷീണിച്ചു പോവും. അപ്പം പക്ഷെ ഇങ്ങനെ ഇടയ്ക്കൊന്ന് ക്ലീനാക്കി എടുക്കുന്നതും നല്ലതാട്ടോ. പിന്നെ അല്ലെങ്കിൽ നമ്മൾ ചെയ്യൽ നോമ്പിൻ്റെ ഒരു സമയത്തിലെ ഒരു ക്ലീനിങ് ഉണ്ടല്ലോ, അപ്പം ചെയ്യും. പക്ഷെ അധികവും ഞാനിങ്ങനെ നാട്ടിൽ പോകുന്ന സമയത്ത് ഇവിടെ എല്ലാം ഇങ്ങനെ ക്ലീൻ ചെയ്ത് പോകലാണ്. എല്ലാ ഭാഗവും ഇങ്ങനെ നോക്കും കേട്ടോ. ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ ഇനി എവിടെയെങ്കിലും ഇരിക്കുന്നുണ്ടോ ഒക്കെ വരുമ്പോൾ ചിലപ്പോൾ കേടായി പോവില്ലേ. അപ്പോൾ ഇതാ ഇനി അവിടെ പേപ്പറൊക്കെ വിരിച്ചിട്ടുണ്ട്. ഇനി ഇത് എല്ലാം ഒന്ന് ഒതുക്കി വെക്കുകയാണ്, ഈ ഒരു ഷെൽഫിലുള്ള സാധനങ്ങൾ. അപ്പം നമ്മളെ വീഡിയോ കാണുന്ന പുതിയ വ്യൂവേഴ്സൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ വീഡിയോ കാണുമ്പോൾ ആ ഒരു സമയത്ത് തന്നെ ലൈക്ക് ബട്ടൺ അമർത്താൻ മറക്കരുത് കേട്ടോ. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വാല്യുബിൾ കമൻറ്റ്സ് എന്തായാലും അത് അറിയിക്കണം. എന്തായെങ്കിലും ഒരു സ്മൈലിയോ എന്തെങ്കിലും ഒരു തംസപ്പോ എന്തെങ്കിലുമൊക്കെ ഇട്ടിട്ട് ഇതാക്കണം കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മുടെ ഈ ഒരു കബോർഡിൻ്റെ മോൾ ഭാഗത്തെ കബോർഡുകളൊക്കെ ചില്ലിൻ്റെ കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് തോത്തിയെടുക്കുകയാണ്. നമ്മളെ സെയിം ലിക്വിഡ് വെച്ചിട്ട് തന്നെ ഒന്ന് മുകളും അതിൻ്റെ ഉൾഭാഗവും പുറം ഭാഗത്തെ ചില്ലൊക്കെ ഒന്ന് ഇങ്ങനെ ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ അതാ ഫ്രിഡ്ജിൽ ഒഴിവാക്കാനുള്ള സാധനങ്ങൾ ഡേറ്റ് കഴിഞ്ഞ് അതൊക്കെ എന്താ ബേക്കിംഗ് പൗഡറോ അങ്ങനെ എന്തൊക്കെയാണ്, അതൊക്കെ ഒന്ന് ഒഴിവാക്കി ഡേറ്റ് കഴിഞ്ഞ സാധനങ്ങളൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ അടിയിലെ സ്റ്റോറേജ് ഏരിയ, ഇവിടെയും സാധനങ്ങൾ സത്യം പറഞ്ഞാൽ ഇങ്ങനെ ആവശ്യമില്ലാത്ത നമ്മളിങ്ങനെ ഇടുമല്ലോ, ഇട്ടിട്ട് അതെന്ന് പറഞ്ഞാൽ ഇതൊക്കെ പറഞ്ഞാൽ കവറുകളാട്ടോ. നമ്മൾ സാധനം കൊണ്ടുതന്നെ കവറുകളില്ലേ, അത് നല്ല നല്ല കവറുകൾ ഞാനിങ്ങനെ എടുത്ത് വെക്കാറുള്ളത്. എപ്പോഴും ആവശ്യമില്ല. പക്ഷേ ആ കവറുകളൊക്കെ ഞാനിപ്പം കഴിഞ്ഞ മാസത്തൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ഞാനിനി ഹരിത കർമ്മസേനക്കാർ വരുമ്പോൾ കൊടുക്കാമെന്ന് കരുതി അതൊക്കെ മാറ്റി ആവശ്യമില്ല കുറച്ച് നമ്മളെ ക്ലോത്തിൻ്റെ കവറൊക്കെ അത് മാത്രം വെച്ചിട്ടുള്ളൂ കേട്ടോ. പിന്നെ ഇതിൽ അരി, പൊടി, പഞ്ചസാരയൊക്കെ വെക്കണ ആ ഒരു ഏരിയ ആണ്. അപ്പോൾ അവിടെ 2 കാസ്ട്രോൾ കൂടി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ഇതാ ഇങ്ങനെ ഒതുക്കി വെക്കുന്നുണ്ട്. എല്ലാം പെട്ടെന്ന് ഇവിടെ നമ്മൾ ജോലിക്ക് പോകുന്ന സമയത്ത് സത്യം പറഞ്ഞാൽ ഇങ്ങനെ എടുത്തെടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ആയില്ല. അപ്പോൾ അതൊന്ന് ഒതുക്കി വെക്കുകയാണ്. പിന്നെ ഈ ഒരു ഭാഗത്തിൽ ഇവിടെ ഞാൻ കുക്കറുകളൊക്കെയാണ് വെക്കാറുള്ളത്. അപ്പോൾ അവിടെ ഉള്ളോട്ട് കുറേ സ്ഥലമുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ 2-3 കുപ്പികളൊക്കെ കാണുന്നുണ്ട്. അതൊക്കെ ഒന്ന് മാറ്റി അതിൻ്റെ പേപ്പറൊക്കെ ഒന്ന് മാറ്റിയെടുക്കണേ. പിന്നെ നല്ല കൂറശല്യമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇടയ്ക്ക് ചോക്കോ അങ്ങനത്തെ എന്തെങ്കിലും വരച്ചിടാലേ. പിന്നെ ഇത് സിങ്കിൻ്റെ താഴെ ഇവിടെ നമ്മൾ സത്യം പറഞ്ഞാൽ ഒന്നും വെക്കാറില്ല കേട്ടോ. അപ്പോൾ അവിടെ ആവശ്യമില്ലാത്ത 2-3 പാത്രം ഉണ്ട്, അതിനൊക്കെ ഞാൻ പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഈ അതിൻ്റെ അപ്പുറത്തെ ഒരു കബോർഡിലുള്ളത് ഞാൻ ഈ പച്ചരി അതുപോലെ ഗീ റൈസിൻ്റെ അരി ബിരിയാണി റൈസൊക്കെ വെക്കണതാണ്. പിന്നെ അത് കന്നാസ് വെളിച്ചെണ്ണ തീർന്നു, നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന വെളിച്ചെണ്ണ എല്ലാം തീർന്ന് ഇനി നാട്ടിൽ നിന്ന് വേറെ കൊണ്ടുവരണം കേട്ടോ. അപ്പോൾ അത് എനിക്ക് തോന്നുന്നു ഒരു 3-4 മാസം വെളിച്ചെണ്ണ ഉണ്ടായിരുന്നു നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് തന്നെ. പിന്നെ അതിനുശേഷം അതിൻ്റെ അപ്പുറത്തുള്ള ഈ ഒരു ഭാഗത്ത് നമ്മൾ സ്ഥിരം യൂസ് ചെയ്യുന്ന വലിയ വലിയ പാത്രങ്ങളും ചട്ടികളൊക്കെ അല്ലേ, അത് ഞാൻ കഴുകിയിട്ട് വെള്ളം പോയിട്ട് ആ ഒരു കബോർഡിലാണ് വെക്കാറുള്ളത്. അപ്പോൾ അവിടെ അതെല്ലാം ഒന്ന് ഒതുക്കി വെച്ചു. ഇനി ഇത് ആവശ്യമില്ലാത്ത കുറേ കുപ്പികളും കാര്യങ്ങളും ഉണ്ട് കേട്ടോ. ഇതൊക്കെ ഇനി മാറ്റിയെടുക്കണം. അപ്പോൾ കബോർഡുകളും കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞ് ഇനി ആവശ്യമില്ലാത്തതാ ഡേറ്റ് കഴിഞ്ഞ പൊടികളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതൊക്കെ ഇതാ വേസ്റ്റിലോട്ട് ഇങ്ങനെ തട്ടുകയാണ്. കുറേയൊക്കെ നമ്മൾ യൂസ് ചെയ്യാത്ത, ഇപ്പോൾ സാമ്പാർ പൊടി എന്നൊക്കെ പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഞാൻ എപ്പോഴെങ്കിലും സാമ്പാറൊക്കെ ഉണ്ടാക്കാറുള്ളൂ. അതുകൊണ്ട് ആ പൊടിയൊക്കെ ഇങ്ങനെ നമ്മളധികം വെച്ചുകൊണ്ടിരിക്കാനും പറ്റില്ലല്ലോ. അതൊക്കെ കഴിഞ്ഞു. പിന്നെ ഇത് 2 കട്ടിലിൻ്റെ ബെഡിലെ റൂമിൻ്റെ താഴേന്നും അതുപോലെ റൂം ക്ലീൻ ചെയ്തതിന് ശേഷം കിട്ടിയ സാധനങ്ങളാട്ടോ. സത്യം പറഞ്ഞാൽ ഇതിപ്പോൾ നമ്മളിങ്ങനെ ആക്കിയാലും വീണ്ടും ഇതേപോലെ സാധനങ്ങൾ പേപ്പറും കാര്യങ്ങളൊക്കെ പാറിപ്പോവും, എന്തെങ്കിലും നമ്മളെ മുടി തന്നെ ഉണ്ടാവും, അങ്ങനെ ചമ്മൽ കൂടി വരും കേട്ടോ. അപ്പോൾ ഈ നാട്ടിൽ പോണ സമയത്ത് മൊത്തത്തിൽ കട്ടിലും അവിടെ എല്ലാം ക്ലീൻ ചെയ്യും. അപ്പോൾ ഇതാ നമ്മുടെ ക്ലീനിങ് ഓൾമോസ്റ്റ് എല്ലാം കഴിഞ്ഞു. ഇനി അടുക്കളയൊക്കെ ഒന്ന് എല്ലാ സാധനങ്ങളും ഒതുക്കിയിട്ട് ഒതുക്കിയതാണ് ഈ കാണുന്നത്.
അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഈ ഒരു ഡീപ്പ് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ആണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. പുതിയ വീഡിയോ കാര്യമൊക്കെ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ.